നിങ്ങൾ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നാളെ തന്നെ എല്ലാ രോഗങ്ങൾക്കും ക്ലെയിം ലഭിക്കുമോ? ഉത്തരം ഇല്ല എന്നാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട്. അതാണ് വെയിറ്റിംഗ് പീരീഡ്. ഇന്ന് ഈ വീഡിയോയിൽ വെയിറ്റിംഗ് പീരീഡ് എന്താണ്, എന്തുകൊണ്ട് അതുണ്ടാക്കുന്നു, ഏതൊക്കെ തരത്തിലാണ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം ചില രോഗങ്ങൾക്കോ ചികിത്സകൾക്കോ ക്ലെയിം ലഭിക്കാൻ ഒരു നിശ്ചിത കാലയളവ് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പ് കാലയളവിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലയളവിൽ വരുന്ന ചില ചികിത്സകൾക്ക് പോളിസിയുടെ നിബന്ധനകൾ അനുസരിച്ച് ക്ലെയിം ലഭിക്കാതിരിക്കാം. അതായത് ഒരു വ്യക്തിക്ക് ഇതിനകം ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമുണ്ടെന്ന് അറിയാം. ആ സമയത്ത് മാത്രം ഇൻഷുറൻസ് എടുത്ത് ഉടൻ ക്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റിംഗ് പീരീഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇൻഷുറൻസ് സംവിധാനത്തെ എല്ലാവർക്കും ന്യായമായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു നിബന്ധനയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനിയും എന്തൊക്കെ തരം വെയിറ്റിംഗ് പീരീഡുകളാണ് ഇൻഷുറൻസിലുള്ളതെന്ന് നോക്കാം. ആദ്യമായി ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. അതായത് മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും ആദ്യ 30 ദിവസം ഒരു അടിസ്ഥാന വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ കാലയളവിൽ സംഭവിക്കുന്ന അപകടങ്ങൾ സാധാരണയായി വെയിറ്റിംഗ് പീരീഡിന് വിധേയമല്ല. പോളിസിയുടെ വ്യവസ്ഥകൾ ബാധകമാണ്. അതായത് ആദ്യത്തെ 30 ദിവസം അപകടങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം ലഭിക്കുക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്. അതായത് ചില പ്രത്യേക രോഗങ്ങൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കാം. ഏത് രോഗങ്ങൾക്ക് എത്ര കാലയളവാണ് എന്നത് ഓരോ പോളിസിയുടെയും വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. അടുത്തതായി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, PED എന്ന് പറയും. അതായത് പോളിസി എടുക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന് എത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും എന്നത് ഓരോ പോളിസിയിലും വ്യത്യാസപ്പെടാം. ഞാൻ സംസാരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇതിൽ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പ്രൊപ്പോസൽ ഫോമിൽ സത്യസന്ധമായി നൽകുക. പോളിസി ഡോക്യുമെൻ്റ് വായിച്ച് വെയിറ്റിംഗ് പീരീഡ് സംബന്ധിച്ച് വ്യവസ്ഥകൾ മനസ്സിലാക്കുക. അതായത് പോളിസി എടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അസുഖങ്ങൾ, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ചികിത്സ ആവശ്യമായി വരുന്ന അസുഖങ്ങളോ സർജറികൾ കഴിഞ്ഞതിൻ്റെ ബാക്കി എന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ അതിന് സാധാരണയായി പോളിസിയിൽ 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുള്ളത്. പോളിസി എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ട വിവരങ്ങൾ: പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്ന് ഓരോ കസ്റ്റമറും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പ്രൊപ്പോസൽ ഫോമിൽ സത്യസന്ധമായി നൽകുക. പോളിസി ഡോക്യുമെൻ്റ് വായിച്ച് വെയിറ്റിംഗ് പീരീഡ് സംബന്ധിച്ച വ്യവസ്ഥകൾ മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഏജൻറ്റിനോട് ചോദിച്ച് വ്യക്തത നേടുക. വെയിറ്റിംഗ് പീരീഡ് എന്നത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകാതിരിക്കാനുള്ള കാരണമല്ല. അത് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെയും പ്രധാന നിബന്ധനകളിലൊന്നാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും നേരത്തെ എടുക്കുന്നുവോ അത്രയും നല്ലതാണ്. അങ്ങനെ ചെയ്താൽ വെയിറ്റിംഗ് പീരീഡ് പൂർത്തിയാവുകയും ഭാവിയിൽ ആവശ്യമുള്ളപ്പോൾ പരിരക്ഷ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.